രവി ഒരു സംശയത്തോടെ ഫോൺ എടുത്തു. മറുവശത്ത് നിന്ന് പറയുന്നത് കേൾക്കവേ അവന്റെ മനസ്സ് ഒരു നിമിഷം നിശ്ചലമായി. ശരീരം മുഴുവൻ ഒരു വിറയൽ പടർന്നു. കണ്ണുനീർ കാഴ്ചയെ മറിച്ച് അവ താഴേക്ക് പതിച്ചു. അവൻ ഒരു മൂളലാൽ മറുപടി നൽകി ഫോൺ കട്ട് ചെയ്തു. കുറച്ചു നിമിഷങ്ങൾ മുറിയിൽ നിശബ്ദത പടർന്നു. ആരുമോൾ? അവളെക്കുറിച്ച് ഓർക്കവേ അവന്റെ മനസ്സ് ശൂന്യമായി പോയി. കോളേജ് കാലഘട്ടം അവന്റെ മനസ്സ് തെളിഞ്ഞു വന്നു. അന്നൊക്കെ അഗ്നിയുടെ വീട്ടിൽ പോയിരുന്ന ദിവസങ്ങൾ ഇന്നത്തെ പോലെ അവനെ തെളിഞ്ഞു വന്നു. താനും അഗ്നിയും ജയും അജുവും പിന്നെ നിധിയും ഒത്തുചേർന്ന ആ നിമിഷങ്ങൾ. അവധിയുള്ള ദിവസങ്ങളിൽ ആരും അഗ്നിയെ കാണാനായി വരും. ശാന്തമായ സ്വഭാവ പ്രകൃതിക്കാരിയായിരുന്നു അവൾ. പക്ഷെ വേണ്ട സമയത്ത് ഉറച്ച നിലപാട് അവൾക്കുണ്ടായിരുന്നു. അവൾക്ക് അഗ്നിയോടുള്ള ഇഷ്ടം അന്ന് തന്നെ മനസ്സിലായിരുന്നെങ്കിലും അഗ്നി അവളെ സഹോദരിയെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. പക്ഷെ എല്ലാം മാറിയിരിക്കുന്നു. ഒന്നിനു വേണ്ടി വാശി പിടിക്കാത്ത കുട്ടി. അഗ്നി അവളെ പ്രണയിക്കുന്നില്ല എന്നറിഞ്ഞിട്ടും അകന്നു മാറിയവൾ. അഗ്നി ഒന്നും പറഞ്ഞിരുന്നില്ല എങ്കിലും എല്ലാം അറിയുന്നുണ്ടായിരുന്നു. ഈ കാര്യം ഉടനെ തന്നെ ജയെ അറിയിക്കണം രവി തീരുമാനിച്ചു. ഭദ്രേ? ജയ് അതിശയത്തോടെ അവളെ നോക്കി. അച്ചേട്ടാ? അവൾ പുരികമുയർത്തി എന്താ എന്ന ചോദ്യഭാവത്തിൽ ചോദിച്ചു. നീ ഇപ്പൊ എന്താ ചെയ്തത് പെണ്ണെ? അവന്റെ ശബ്ദത്തിൽ പ്രണയമായിരുന്നു, ഒപ്പം ശബ്ദത്തിൽ വാത്സല്യവും കലർന്നിരുന്നു. അവന്റെ ചോദ്യത്തിൽ അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിരുന്നില്ല. നാണം കൊണ്ട് കണ്ണുകൾ അടച്ച് മുഖം തിരിച്ചു കളഞ്ഞു പെണ്ണ്. ഇങ്ങോട്ട് നോക്കടി പെണ്ണെ. ജയ് പെട്ടെന്ന് അവളുടെ ഇടുപ്പിലൊന്ന് പിച്ചി. അവൾ കണ്ണു തുറന്ന് അവനെ കൂർപ്പിച്ചു നോക്കി. അച്ചുവേട്ടാ, ശരിക്കും വേദനിച്ചു. ദേ ഇവിടെല്ലാം ചുവന്നിരിക്കുക. ചുണ്ട് കൂർപ്പിച്ച് അവൾ പരാതി പോലെ പറഞ്ഞു. ജയ് ചിരിച്ചു. കുഞ്ഞാ, നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ? ഞാൻ ഇനി കാത്തിരിക്കണോ പെണ്ണെ? അവൻ ആർദ്രമായി ചോദിച്ചു. അതിന് മറുപടി പറയാതെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയവൾ. ആ നോട്ടത്തിലുണ്ടായിരുന്നു അവളുടെ മറുപടി. ആ കണ്ണുകൾ അവനോട് പറയാതെ പറയുന്നുണ്ടായിരുന്നു. കാത്തിരിപ്പിന്റെ വേഗം കുറഞ്ഞു. നിങ്ങളിലേക്ക് അലിഞ്ഞു ചേരാൻ ഇനി കുറച്ച് നാളുകൾ മാത്രം. അവന്റെ കണ്ണുകളെ കുറുമ്പ് നിറഞ്ഞു. അവൻ പതുക്കെ അവളോട് അടുക്കാൻ ശ്രമിച്ചതും അവൾ അവനെ തള്ളി മാറ്റി ചാടി എഴുന്നേറ്റു. ഇപ്പൊ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, അവൾ ചുണ്ടുപിളർത്തി പരാതി പോലെ പറഞ്ഞു. അവന്റെ മുഖത്ത് അപ്പോഴും കുറുമ്പാണ്. പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് അവളെ എടുത്ത് തന്റെ മടിയിലിരുത്തി. അവൾ കിടന്ന് കുതറി മാറാൻ ശ്രമിച്ചതും അടങ്ങിയിരിക്കും പെണ്ണെ. അവന്റെ കൈകൾ അവളുടെ മൃദുലതയിൽ അമർന്നു. അവളൊന്ന് വിറച്ചു പോയി. പിന്നെ കുതിർന്നത് നിർത്തി ശാന്തമായി. അമ്മോ? അവൻ പ്രണയത്തോടെ അവളെ വിളിച്ചു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു കിസ് തരുവോ? അവൻ പ്രണയത്തോടെ അവളോട് ചോദിച്ചുകൊണ്ട് തന്റെ ചുണ്ടുകളിലേക്ക് വിരൽ തൊട്ടുകൊണ്ട് ചോദിച്ചു. അവൾ ഞെട്ടി അവനെ നോക്കി. പിന്നെ നോട്ടം മാറ്റിക്കളഞ്ഞു. വേണ്ട കേട്ടോ, എനിക്ക് പേടിയാ. പ്ലീസ് ടാ, ഒരൊറ്റ തവണ മതി. അവന്റെ ശബ്ദം വല്ലാതെ പതിഞ്ഞുപോയി. അവൾ അവനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ആ മുറിയിൽ കുറച്ചു നിമിഷങ്ങൾ നിശബ്ദത പടർന്നു. ഏട്ടാ, എനിക്ക് അറിയില്ല, അവൾ വിക്കി വിക്കി പറഞ്ഞു. ഞാൻ നിനക്ക് ഒരുപാട് കിസ് തരാറില്ലേ? ഒരെണ്ണം താടാ, അറിയാവുന്ന പോലെ മതി, ഇല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഞാനില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവന്റെ കൈകൾ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. അവൾ പതുക്കെ അവന്റെ മുഖത്തിന്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. കണ്ണുകൾ താനെ അടഞ്ഞുപോയി. അവളുടെ ചുണ്ടുകൾ അവന്റെ ചുണ്ടിൽ തട്ടിയതും വാതിൽ മുട്ടുന്ന ശബ്ദം. ഇരുവരും ഒരുപോലെ ഞെട്ടിപ്പോയി. അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് അകന്നു മാറിയിരുന്ന് തന്റെ ഡ്രസ്സെല്ലാം നേരെയാക്കി. ജയ് പല്ല് കടിച്ചു. പണ്ടാരക്കാലൻ, ഇവര് വരാൻ പറ്റിയ സമയം. അവന്റെ മുഖത്ത് ദേഷ്യം നിഴലിച്ചു. ഡാ ജയ്, ഒന്ന് വാതിൽ തുറന്നേ. പുറത്തു നിന്ന് ഡോറ് തട്ടുന്നതിനൊപ്പം രവിയുടെ ശബ്ദം. ആ നിമിഷം ജയ്ക്കും വല്ലാത്ത ദേഷ്യം തോന്നി. തന്റെ പെണ്ണിന്റെ ആദ്യ ചുംബന തടസ്സമാക്കിയതിലുള്ള ദേഷ്യം. അവളെ കൊണ്ട് കഷ്ടപ്പെട്ട് സമ്മതിപ്പിച്ചതാ. ഒരു തരത്തിലാണ് പെണ്ണ് ചുണ്ടിൽ കിസ് തരാൻ സമ്മതിച്ചത് തന്നെ. അതും ഈ കാലം കൊണ്ട് നശിപ്പിച്ചു. അവൻ പിറുപിറുത്തു. എന്നാൽ തൊട്ടപ്പുറത്ത് വായം പൊളിച്ചിരിക്കുകയാണ് ഭദ്ര. ജയ് അവളെ നോക്കി ഒന്ന് ഇളിച്ചു കൊടുത്തു. ഭദ്ര കണ്ണുരുട്ടി. ശ്രീകൊച്ചേ, രവി തുടരെ ഡോറ് തട്ടിക്കൊണ്ടിരുന്നു. ചാച്ചൻ, ഏട്ടാ പോയി വാതിൽ തുറന്നേ. തുറക്കാം പെണ്ണെ, ആ കിസ്സങ്ങ് തന്നിട്ട് പോയി തുറക്കാടി. നിന്റെ ചാച്ചൻ അവിടെ കിടന്ന് തട്ടട്ടെ, നീ വന്നേ ഇങ്ങോട്ട്. ജയെ തട്ടി മാറ്റി ചുണ്ട് കോർപ്പിച്ച് അവനെ ഒന്ന് നോക്കി അവൾ പോയി വാതിൽ തുറന്നു. മോളെ, ജയ് എവിടെ? വാതിൽ തുറന്ന പാടെ അവൾ ടെൻഷനോടെ ജയ്യെ തിരക്കി. എന്താടാ? ജയ് ചെറിയ പരിഭവത്തോടെ വാതിലിനടുത്തേക്ക് ചെന്നു.
ഡാ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അർജന്റാണ്. ഡെവിയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് ജയ്ക്ക് തോന്നി. അല്ലെങ്കിൽ അവൻ ഈ നേരത്ത് വരില്ല. ഭദ്രേ, നീ പോയി കിടന്നോ, ഞാനിപ്പോ വരാം. അതിനവൾ സംശയത്തോടെ തലയാട്ടി. മോളെ, ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നിരുന്നു. അത് അത്യാവശ്യമായി പോയി. ജയ് അറിയേണ്ട കാര്യമാണ്. ശരി ചാച്ച, നിങ്ങൾ സംസാരിച്ചിട്ട് വരൂ. യദു! ആ വീട് ഇളകി മറിയുന്ന പോലെ അവൻ അലറുകയായിരുന്നു. യദുവിനെ വിളിച്ചുകൊണ്ട് അഗ്നി ഓരോ സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി. അഗ്നിയുടെ വേഷം ഒരു ബനിയനും അതിന്റെ പുറത്ത് ഒരു ഓപ്പൺ ജാക്കറ്റുമായിരുന്നു. കയ്യിലിരുന്ന ഗണ്ണ് ജാക്കറ്റിനുള്ളിലേക്ക് തിരുകി. ആരെ പേടിപ്പെടുത്തുന്ന രൂപമായിരുന്നു അപ്പോൾ അവന്റേത്. യദു പെട്ടെന്ന് തന്നെ ഹാളിലേക്ക് വന്നു. അഗ്നിയെ കണ്ടപ്പോൾ യദു പോലും ഒന്ന് വിറച്ചുപോയി. വണ്ടി എടുക്കടാ, ചാവി അവന്റെ കയ്യിൽ എറിഞ്ഞു കൊടുത്തു. അഗ്നി, നീ ഈ രാത്രി ഇത് എങ്ങോട്ട് പോവാ? പുറകിൽ നിന്ന് അവന്റെ അച്ഛന്റെ ചോദ്യം എത്തി. ഡാഡ്, എനിക്ക് അർജന്റായി ഓഫീസിലെത്തണം. മോനെ, നീ സമയം നോക്ക്. ഈ രാത്രി പോകണ്ട, നീ നാളെ പോകാലോ, അയാൾ പറഞ്ഞു നോക്കി. പറ്റില്ല ഡാഡ്, എനിക്ക് അർജന്റായി പോയേ പറ്റൂ. ഓഫീസിൽ നിന്ന് ഒരു കോൾ ഉണ്ടായിരുന്നു, ഞാൻ പോയേ പറ്റൂ പറഞ്ഞുകൊണ്ട് അച്ഛന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. യദു അദ്ദേഹത്തിന് നോക്കി കണ്ണ് ചിമ്മി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. യദു കാർ എടുക്കാൻ പോയതും, യദു ചാവിത, ഞാൻ എടുക്കാം, നമുക്ക് പെട്ടെന്ന് എത്തിയേ പറ്റൂ. അഗ്നി കാർ എടുത്തു. കാർ മുന്നോട്ട് നീങ്ങി. യദു സംശയത്തോടെ അഗ്നിയെ നോക്കുന്നുണ്ട്. എന്തായിട്ടാ പ്രശ്നം? ഞാൻ കണ്ടതാ ഏട്ട മുകളിൽ നിന്ന് വന്നപ്പോൾ ഗണ്ണ് തിരികെ വെക്കുന്നത്. നമ്മൾ ഓഫീസിലേക്കാണോ പോകുന്നത്? യദു സംശയത്തോടെ ചോദിച്ചു. നോ, അഗ്നി ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. പിന്നെ എവിടേക്കാണ് ഏട്ടാ? ഇപ്പൊ തന്നെ ടൈം 1 മണി ആയല്ലോ. ഈ ടൈമിൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? യദു സംശയത്തോടെ ചോദിച്ചു. നിനക്കെല്ലാം അറിയണോ? അവന് നേരെ ചീറിക്കൊണ്ട് അവൻ ചോദിച്ചു. വേണ്ട. അഗ്നിയുടെ ആ ഭാവത്തിൽ അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. വിറച്ചതിന്റെ ഫലമായി ചെന്നിലൂടെ വിയർപ്പ് കണങ്ങൾ ഒഴുകിയിറങ്ങി. കാറിൽ നിശബ്ദത പടർന്നു. സിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോകുന്നത്, അഗ്നി പറഞ്ഞു. യദു സംശയത്തോടെ അഗ്നിയെ നോക്കി നെറ്റി ചുളിച്ചു. ആരാധ്യ, അവളെ കാണാൻ. അഗ്നി പുറത്തേക്ക് നോക്കി പറഞ്ഞു. യദു ആകെ വല്ലാതായി. എന്തോ അരുതാത്തത് നടന്ന പോലെ അവന്റെ നെഞ്ച് ശക്തമായി മിടിക്കാൻ തുടങ്ങി. ഏട്ടാ, ആരുവിനെന്താ? അവൾ ഓക്കെ അല്ലേ? യദുവിന്റെ ശബ്ദം തന്നെ പുറത്തേക്ക് വന്നോ? നോ. എന്തായിട്ട് അവൾക്ക്? യദു വിറച്ചുകൊണ്ട് ചോദിച്ചു. അഗ്നിക്ക് പെട്ടെന്നാണ് ഒരു കോൾ വന്നത്. കാറിൽ കോൾ കണക്ട് ചെയ്തു. കാർ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നിർത്തി. പറഞ്ഞോ വിനു? അഗ്നിയുടെ ഓഫീസിലെ മാനേജർ വിനോദാണ് വിളിച്ചത്. സർ, ഈ കാര്യം മീഡിയാസ് അറിഞ്ഞാൽ അതാകെ പ്രശ്നമാണ്. സോ മീഡിയാസിനെ ബ്ലോക്ക് ചെയ്യണ്ടേ എത്രയും പെട്ടെന്ന്? അയാൾ ഒരു സംശയത്തോടെ ചോദിച്ചു. തനിക്കൊക്കെ പിന്നെ എന്താണോ ജോലി? ഇതൊക്കെ എന്നോട് വിളിച്ച് ചോദിക്കണോ? ഞാൻ പറഞ്ഞേക്കാം വിനോദ്, ഈ ന്യൂസ് പുറത്തു വന്നാൽ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം താൻ മാത്രമായിരിക്കും ഏറ്റെടുക്കേണ്ടത്. ഇതൊന്നും എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ക്യാഷ് ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. എല്ലാ മീഡിയസിനെ ബ്ലോക്ക് ചെയ്തോണം എത്രയും പെട്ടെന്ന്. ഈ വിവരം ലീക്ക് ആയാൽ അറിയാലോ അഗ്നിദേവിനെ. അഗ്നി അലറിക്കൊണ്ട് ചോദിച്ചു. വേണ്ടത് ചെയ്തോളാം സാർ പറഞ്ഞുകൊണ്ട് അയാൾ കോൾ കട്ടാക്കി. ഷീസ് എ വിക്ടിം, അഗ്നി യദുവിനെ നോക്കാതെ പറഞ്ഞു. വാട്ട്? യദുവിന്റെ അലർച്ച ആ കാറിൽ മുഴുകി കേട്ടു. ഇല്ല ഏട്ടാ, ഏട്ടൻ ചുമ്മാ പറയവല്ലേ, അവൾക്കൊന്നുമില്ലെന്ന് പറയേട്ടാ. യദു പദം പറഞ്ഞ് കരയാൻ തുടങ്ങി. അഗ്നിക്ക് അവന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. കിട്ടില്ലെന്നറിഞ്ഞിട്ടും ഇന്നും താൻ അവളെ ഇത്രമാത്രം പ്രണയിക്കുന്നുണ്ടെങ്കിൽ യദുവിന്റെ ശരീരം ഉലയുന്നുണ്ടായിരുന്നു. ഹൃദയം നുറങ്ങുന്ന വേദന. വർഷങ്ങളാൽ സ്നേഹിച്ച തന്റെ പെണ്ണ്. ജയും ഡെവി നേരെ പോയത് ഡെവിയുടെ റൂമിലേക്കായിരുന്നു. ഇരുവരും ഇപ്പോൾ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. എന്താ ഡെവി, എന്തെങ്കിലും പ്രശ്നം? ജയ് സംശയത്തോടെ ചോദിച്ചു. മറുപടിയായി അവനൊന്ന് മൂളി. പൊന്നുവിനെ വിളിച്ചു കഴിഞ്ഞ് ഡെവിക്ക് വന്ന കോളിനെ കുറിച്ചും ആരുവിന്റെ കാര്യങ്ങളുമെല്ലാം ഡെവി പറയുമ്പോൾ തറഞ്ഞു നിന്ന് പോയി ജയ്. യെസ് ഡാ, ഷീസ് എ വിക്ടിം, ഡെവി പറഞ്ഞു നിർത്തി. മൈ ഗോഡ്. ജയ് തലയ്ക്ക് കൈവച്ചു പോയി. ആരാണെന്നറിഞ്ഞോ? ജയ് സംശയത്തോടെ ചോദിച്ചു. യെസ്, ശ്രീജിത്തും ടീമും. ഡെവി വിദൂരതയിലേക്ക് നോക്കി പറയുമ്പോൾ ജയുടെ മുഖം വലിഞ്ഞു മുറുകി. എന്താ ഇനി അടുത്ത പ്ലാൻ? നമുക്ക് പോകണ്ടേ? ഡെവി സംശയത്തോടെ ചോദിച്ചു. പോകണം. ഇന്ന് നമ്മൾ രണ്ടുപേരും പോയാൽ ഭദ്ര ഒറ്റയ്ക്കാകും. സോ നീ പോയിട്ട് വാ. ജയ്, നിനക്കിപ്പോഴും അഗ്നിയോട് ദേഷ്യമുണ്ടോ? ഡെവി ചോദിച്ചു. എന്തിനാടാ? എനിക്ക് അവനോട് ദേഷ്യമല്ല, സഹതാപമാണ്. എല്ലാം അറിഞ്ഞിട്ടും അവൻ പിന്മാറാത്തതിന്റെ വിഷമമാണ്.
പക്ഷെ ഇപ്പോൾ അവന്റെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് അവന്റെ കൂടെ നിൽക്കണം. ദേവി, ഒന്നുമല്ലെങ്കിലും ജിത്തു ഭദ്രയുടെ സഹോദരനല്ലേ? അവനു വേണ്ടി ഞാൻ കാത്തിരിക്കുക. ഇനി ഭദ്രയുടെ സഹോദരൻ എന്നൊരു പരിഗണന ഞാൻ കൊടുക്കില്ല. ജയയുടെ മുഖം വലിഞ്ഞു മുറുകി. തനി അസുരനായി മാറിയിരുന്നു ആ നിമിഷം അവൻ.